കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. അതിൻ്റെ ഒരു റീസൺ ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ പേർക്കും. ആൻഡ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ സാഹചര്യത്തിനോടും ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. യെസ്, നിങ്ങളെക്കുറിച്ച് അവർ ഒത്തിരി ആങ്ഷ്യസ് ആണ്. മേ ബി നിങ്ങളായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓൾറെഡി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ടാവാം. ഇത് ഈ വ്യക്തിയിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കുകയാണ്. അവർ നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുകയാണ്. നിങ്ങളെ അവർക്ക് നഷ്ടമാകുകയാണോ, നിങ്ങൾ അവരിൽ നിന്നും അകന്ന് മാറുകയാണോ എന്നെല്ലാമുള്ള ഫീലിങ്സ് ആണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയണമെന്നും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഒരു പാത്ത് ഈ വ്യക്തിക്ക് മുന്നിൽ തുറന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. മേ ബി ഇവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇവർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആവുന്നുണ്ടാവാം. ആ ഒരു ഡോറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു നെഗറ്റിവിറ്റി മാറുന്നതായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടുമുള്ള അവസരങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. മേ ബി അതിനായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് ഒത്തിരി നാളുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് അമിതമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേരിൽ കാണണമെന്നും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതിനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉടനെ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നമ്പർ 31 ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് റൈറ്റ് നൗ. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ, മേ ബി നിങ്ങളുടെ പിക്ചേഴ്സ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ സ്ഥാനം, അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നെല്ലാം ഈ വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്, അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ട്, സ്പിരിച്വലി മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സ്പിരിച്വൽ പാതയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവർക്ക് അത്രയധികം മെന്റൽ സ്ട്രഗിൾസ് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ കഴിയാത്തതിനാൽ തന്നെ അവർ ഈ സ്പിരിച്വലി കണക്ട് ചെയ്യാനും സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളോട് പൊരുതുന്നതിലൂടെ ആ വ്യക്തിക്ക് അമിതമായിട്ടുള്ള സ്ട്രഗിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ചലഞ്ചായിട്ട് ഈ വ്യക്തി എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളെ നേടിയെടുക്കാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിൽ വളരെയധികം സന്തോഷപൂർവ്വം തന്നെയാണ് ആ ഒരു സിറ്റുവേഷനെ അത്രയും ചലഞ്ചിങ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കട്ടെ, ആ വ്യക്തിക്ക് എന്ത് നഷ്ടങ്ങളായിരുന്നാലും എന്ത് ബുദ്ധിമുട്ടുകളായിരുന്നാലും ഒക്കെയും അവര് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാണെന്നാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് ലൈഫിൽ എന്ത് നെഗറ്റിവിറ്റീസ് വന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തീർച്ചയായിട്ടും വന്ന് ചേരണമെന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, മേ ബി ഇത്രയും നാളും അവർ നിങ്ങൾക്ക് നൽകാതെ പോയ ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നൽകാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, കുറച്ച് പേർക്കാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാവാം. മേ ബി ഈ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സോ, അല്ലെങ്കിൽ ഈ വ്യക്തി അറിയുന്ന ഒരു വ്യക്തിയോ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ആ വ്യക്തിയായിരുന്നാലും ഏതൊരു സാഹചര്യമായിരുന്നാലും അതിനെ എതിർത്തുകൊണ്ട് ഒപ്പോസ് ചെയ്തുകൊണ്ട്
നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ഉള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ നിമിഷം ഉള്ളതായിട്ട് കാണുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ്. അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു പ്രണയവുമായിട്ട് അവര് വെയിറ്റ് ചെയ്യാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അത്രയും അത്രയും പോസിബിലിറ്റി ഉള്ള ഒരു സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. യെസ്, ഈ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ സിറ്റുവേഷനിൽ അവർ ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത്രയും തീവ്രമായിട്ടുള്ളൊരു അടുപ്പമാണ്. അവരുടെ സോൾ കണക്ഷൻ അത്രയധികം ആഴമേറിയ ഒന്നാണെന്നാണ് കാണുന്നത്. അതായത് മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവര് ആ ഒരു അവരുടെ ആ പ്രണയത്തിന്റെ തീവ്രത എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എത്രമാത്രമാണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രണയം എന്നുള്ളത് അവര് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് അത്രയധികം ആഴമേറിയ ഒന്നാണ്. അത് നഷ്ടമായ നിമിഷം മുതൽ അവർ ഈ ഇംബാലൻസ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ് അവരുടെ ലൈഫിൽ. ഓക്കെ. അത്രയും പ്രണയമാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ. എന്ത് സാഹചര്യമാണ് എങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ എപ്പോഴും അവര് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ് വാസ് റിയലി ഹാർഡ് ടു ലെറ്റ് യു ഗോ. ഓക്കെ. നിങ്ങളെ അവരിൽ നിന്നും അകന്നു മാറുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ അവർക്ക് വളരെ ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ളൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു ദിവസത്തെക്കുറിച്ച് അവർ പലതവണയും ചിന്തിക്കുന്നുണ്ടാവാം. ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു. ഐ മിസ് യു ഡിയർ. ഓക്കെ. നിങ്ങളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹൃദയബന്ധമാണ് അവർക്കുള്ളത്. അത്രയും അവർക്ക് നിങ്ങളെ മിസ്സാവുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഗിവ് മീ ടൈം. അവർക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കൂ. ആൻഡ് യു ആർ മൈൻ. ഐ ലവ് യു. ഓക്കെ. നീ എൻ്റേതാണ്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ.